കുറച്ച് ക്യാരറ്റും കുറച്ച് ഈന്തപ്പഴവും ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളി ലഡു തയ്യാറാക്കാം. അപ്പോൾ ഈന്തപ്പഴത്തിൻ്റെയും ക്യാരറ്റിൻ്റെയും ഗുണങ്ങളൊക്കെ കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാം. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ 300 ഗ്രാം ക്യാരറ്റ് എടുത്ത് കഴുകി ചീകി വെച്ചിട്ടുണ്ട്. ഒരു 10 ഈന്തപ്പഴം കുരുവൊക്കെ കളഞ്ഞ് ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ചെറുതാക്കി അരിഞ്ഞ് ഈന്തപ്പഴം ചേർത്തൊന്ന് വഴറ്റി കൊടുക്കാം. ഈന്തപ്പഴം ഒന്ന് സോഫ്റ്റായി വരുമ്പോൾ നമ്മൾ ആ സ്പാറ്റിൽ വെച്ചിട്ട് തന്നെ ഒന്ന് ചെറുതാക്കി ഒന്ന് ഉടച്ചു കൊടുക്കാം. ഇനി അത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ആ സെയിം പാനിൽ തന്നെ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ് ഒന്ന് ഇളക്കി അതിലെ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി തുടങ്ങുമ്പോൾ അതിലേക്കൊരു 1/4 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒന്ന് മൂടി വെച്ച് അതൊന്ന് വേവുന്നവരെ, ഗ്രേറ്റ് ചെയ്തത് കൊണ്ട് അധികം സമയമൊന്നും വേണ്ടി വരില്ല. അപ്പോൾ ഇടയ്ക്കൊന്ന് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ വെള്ളമൊക്കെ വറ്റി ഒരുവിധം അത് പാകമായിട്ടുണ്ടാവും. പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ വഴറ്റി മാറ്റി വെച്ച ഈന്തപ്പഴം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈന്തപ്പഴം കുറച്ച് ഹാർഡായിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. അപ്പോൾ അതും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും ഒരു മിനിറ്റ് നേരം ആ ചെറിയ ഫ്ലെയിമിൽ തന്നെ മൂടി വയ്ക്കും. അപ്പോൾ ഈന്തപ്പഴം ഒന്നുകൂടെ ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ കട്ട പോലെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ആ സ്പാറ്റിൽ വെച്ചിട്ട് തന്നെ ഒന്ന് ഉടച്ച് ചേർക്കാം. ഇതിലേക്കൊരു 2 ഏലക്ക പൊടിച്ചത്, നിർബന്ധമൊന്നുമില്ല കേട്ടോ, 2 ഏലക്ക പൊടിച്ചത് ചേർത്തിട്ടുണ്ട്. പിന്നെ നട്ട്സ്, ഞാനിപ്പോൾ ഇവിടെ ഹേസിൽ നട്ട് പൊടി ഉണ്ടായിരുന്നു, പൊടിയല്ല അങ്ങനെ തെരുതെരുപ്പായിട്ടുള്ളത്, അപ്പോൾ അത് ചേർത്ത് കൊടുത്തു. അല്ലെങ്കിൽ കശുവണ്ടിയോ ബദാമോ അങ്ങനെ ഏത് നട്ടായാലും ഒരു കുഴപ്പമില്ല, എത്ര കൂടിയാലും കുഴപ്പമില്ല. അത് ചേർത്ത് എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഒന്ന് ചൂടാറി തുടങ്ങുമ്പോൾ നമുക്കിതുപോലെ ലഡുവാക്കി വെക്കാം. ഇത് വെക്കുമ്പോഴേക്കും ഇത് തീരും. അത്രയും ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.